പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കൊച്ചുങ്ങളാണ്. വീട്ടിൽ രണ്ട് പേരുണ്ട്. അപ്പോൾ എൻ്റെ വൈഫ് ചോദിച്ച ആരാണ് ഇത്? അവിടുത്തെ കൊച്ചുങ്ങളാണ്. എല്ലാത്ത കൊച്ചു ഞാൻ കൊച്ചുങ്ങളാണെന്ന് പറഞ്ഞു. ആ ഓർമ്മ വെച്ചിട്ട് പറഞ്ഞതാണ് ഇന്ന് പ്രിയപ്പെട്ട കൊച്ചുങ്ങൾ. നിങ്ങളെല്ലാവരും കൊച്ചുങ്ങളല്ല, എല്ലാവരും പോകുന്നവരാണ്. അച്ഛന്മാരും അമ്മമാരും ഒക്കെ ആയിട്ടുണ്ടാവും. എല്ലാവരെയും ആ പഠിപ്പിച്ച കുട്ടികളെ ഒരുമിച്ച് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എൻ്റെ കണ്ണ് വാസത്തിലിരുന്നു. എത്ര സന്തോഷമാണ് എനിക്ക് തോന്നിയതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും വലിയ സന്തോഷം എനിക്ക് തോന്നി. പ്രിയപ്പെട്ട കൊച്ചുങ്ങളെന്ന് വിളിക്കുന്നതിൽ ക്ഷമിക്കാം. പൂർവ്വ വിദ്യാർത്ഥികളെ നിങ്ങളെല്ലാവരും സംസാരിക്കുന്നതിൽ വളരെയധികം സന്തോഷം. 1962 മുതൽ 1984 വരെ ഇവിടെ ഉണ്ടായിരുന്നു. ചെറിയ സ്കൂളിൽ അധ്യാപകനായിട്ട് പിന്നെ ഇവിടുന്ന് പ്രൊമോഷനായിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ 22 വർഷം ജോലി ചെയ്തത് എനിക്ക് വളരെയധികം സന്തോഷം. ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ അത് തെളിഞ്ഞു നിൽക്കുകയാണ് അക്കാലം. ബാക്കിയുള്ള സ്ഥലത്ത് ഇവിടെ നിന്ന് ഇരിങ്ങാലക്കുട ഗേൾസ് ഹൈസ്കൂളിൽ മാസ്റ്ററായിട്ട് പോയി പരമൊരു ആയിട്ട് വർക്ക് ചെയ്തു. എന്നാലും എനിക്ക് ഓർമ്മയുള്ളത് ഈ സ്കൂളിൽ പഠിപ്പിച്ച കാലമാണ്. ഇവിടെ നിങ്ങളെല്ലാവരെയും കണ്ട് സംസാരിക്കാൻ അവസരം കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട്. കുറേ കൂടി കൂടുതൽ പേര് ഉണ്ടാകേണ്ടതായിരുന്നു. അത് ഓരോരുത്തർക്കും മുമ്പത്തെ ആളുകൾ പലരും ഉണ്ടാവില്ല, പലരും ജോലിക്ക് പല സ്ഥലത്തുമായിരിക്കും. അതുകൊണ്ട് കുറച്ച് പേർക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും കുറഞ്ഞേക്കണം. അന്ന് ഞാൻ പഠിപ്പിച്ചിരുന്ന കാലത്ത് പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ പറയാം. Ambition, self-confidence and hard work. ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും നിങ്ങളെയൊക്കെ കണ്ട് സന്തോഷിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം. വാസ്തവത്തിൽ ഇവിടെ എല്ലാവരും കൂടി കണ്ടപ്പോൾ സന്തോഷം തന്നെ കണ്ണ് പറഞ്ഞു. എങ്ങനെയാണ് ഈ സന്തോഷത്തിൻ്റെ കണ്ണുള്ളത് എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. സന്തോഷം. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും സാറിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഈ ആശംസകൾക്കും വീണ്ടും നമ്മളെ പുതിയ കാര്യങ്ങൾ അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ലീല ടീച്ചർക്ക് മകളെ ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയുള്ള അവർ കാത്തു നിൽക്കുകയാണ്. ആ യാത്രയിൽ പോകാൻ വേണ്ടി തിരക്കുള്ളൊരു ടീച്ചർ എൻ്റെ വാക്ക് ആശംസ പറയാൻ വേണ്ടി പ്രത്യേകം ക്ഷണിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ കുട്ടികളെ കാണാനും എൻ്റെ സഹോദരങ്ങൾ നിങ്ങളുടെ അവസരം കിട്ടിയത് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം കുസൃതികളോടൊപ്പം തന്നെ നിങ്ങളുടെ സ്നേഹവും തന്നിരുന്നു. ഞാൻ പല സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും അധികം എൻ്റെ ആദ്യമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ സ്കൂള് ശരിയാണ്. അധ്യാപകർ ഏത് അവസ്ഥയിലും എൻ്റെ ഭർത്താവും വെച്ചിട്ടുണ്ട്. എല്ലാവരും വന്നത് ഈ ഏരിയയുടെ സ്കൂളിൽ നിന്ന്. അതൊരു കാലത്ത് ഞാൻ മറക്കില്ല. കുട്ടികൾ അതിലൂടെ വളരെയധികം സ്നേഹം തന്നെ പറ്റി. എന്തെല്ലാം കുസൃതിയും ഉയർത്തിയും ക്ലാസ്സിൽ ചീത്ത പറഞ്ഞാൽ സ്നേഹിക്കുന്ന ഹൃദയം അതിൽ അഭിനയിച്ചത് ഏരിയയുടെ സ്കൂളിൽ. സഹപ്രവർത്തകരായിരുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹനിധികളായിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ, ദൈവത്തിൻ്റെ കാരുണ്യവും അനുഗ്രഹവും മാർഗദർശനവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി രണ്ട് വാക്ക് ഞാൻ
നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അഭിപ്രായം പറഞ്ഞവരൊക്കെ തന്നെ പറഞ്ഞു എറിയാട് ഹൈസ്കൂളിൻ്റെ പ്രത്യേകത. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്, നല്ലൊരു വിദ്യാലയമെന്ന്. ഇത് പറയുവാൻ അവരെ പ്രേരിപ്പിച്ചത് സ്നേഹനിധികളായിരുന്ന എറിയാടിൻ്റെ മക്കളായിരുന്നു, വിദ്യാർത്ഥികളായിരുന്നു. സ്നേഹം പകർന്നു കൊടുക്കുന്ന, നുകർന്നു കൊടുക്കുന്ന ഇതുപോലെയുള്ള വിദ്യാർത്ഥികളെ അവർ പരസ്ഥലത്തും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും കണ്ടെത്തിയിട്ടില്ല. അത് ഈ എറിയാടിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അത് ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സംഗമങ്ങൾ കുറവാണ്. ഇങ്ങനെ സംഗമിക്കുവാൻ നിങ്ങൾക്ക് പ്രേരണ നൽകിയത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്ന് എറിയാട് ഹൈസ്കൂളിൽ അന്നത്തേതുപോലെയല്ല, ധാരാളം കുട്ടികളുണ്ട്. ഞാൻ അടുത്ത ദിവസം അവിടുത്തെ അധ്യാപകരെ ആദരിക്കുന്ന, ഹെഡ് മാസ്റ്റർമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ ഹെഡ് മാസ്റ്ററായി വിരമിച്ചത് ഞാൻ മാത്രമായിരുന്നു. അതുകൊണ്ട് വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അവിടുത്തെ വിദ്യാർത്ഥികൾ ആദരിക്കുന്ന ഒരു ചടങ്ങിലാണ് ഞാൻ സംബന്ധിച്ചത്. എല്ലാ ക്ലാസ്സിൽ നിന്നും A+ നേടിയ ധാരാളം കുട്ടികൾക്ക് ധാരാളം സമ്മാനങ്ങൾ അവിടെ നൽകിയിട്ടുണ്ടാകും. ഇന്ന് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഫീസ് കൊടുക്കുന്ന, ധാരാളം പണം ചെലവഴിക്കുന്ന, വണ്ടിക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന സ്കൂളുകളിലേക്ക് മാത്രമാണ് അയക്കുന്നത്. അവിടെ ചെന്നാൽ മാത്രമേ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയുള്ളൂ എന്നുള്ള തെറ്റായ ധാരണയാണുള്ളത്. ആ ധാരണ തികച്ചും തിരുത്തണം. ആത്മാർത്ഥതയും കർമ്മശേഷിയും ത്യാഗസന്നദ്ധതയുമുള്ള ഒട്ടേറെ അധ്യാപകരാണ് ഇന്ന് അവിടെയുള്ളത്. അവരാണ് അവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ സ്കൂളിൽ ഉള്ള സൗകര്യങ്ങളെക്കുറിച്ച്, ഇനി ഒരുപാട് സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകാൻ പോകുന്നു. ഈ സൗകര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ അടുത്തുള്ള ഈ സൗകര്യം നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. ഈ പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ ആ സ്ഥാപനത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പലതും ചെയ്യുവാൻ കഴിയും. അത് ചെയ്യുവാനുള്ള മനസ്സും ത്യാഗസന്നദ്ധതയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്. സിദ്ദീഖ് മാഷ് സംസാരിക്കുന്നതായിരിക്കും. സർവസ്തുതിയും ദൈവം തമ്പുരാൻ. ഇത് ഏറ്റവും പ്രിയം നിറഞ്ഞ പഴയ സഹപ്രവർത്തകരെ, ഏറെ പ്രിയങ്കരായ ശിഷ്യ സമൂഹമേ, അരുമ വിദ്യാർത്ഥിനികളെ, സന്തോഷാശ്രു എന്ന് അലോഷ്യസ് മാസ്റ്റർ പരാമർശിക്കുകയുണ്ടായി. സാധാരണഗതിയിൽ ഒരു പ്രയോഗം എന്ന നിലയ്ക്ക് സന്തോഷാശ്രുക്കൾ എന്ന വാക്ക് സാധാരണ പ്രയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അതല്ല, ശരിക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ സന്തോഷം കൊണ്ട്
വിതുമ്പുന്ന അതിൻ്റെ ബഹിർഗമനമായ കണ്ണീരാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏറിയേറെ സന്തോഷമാണ്. യഥാർത്ഥത്തിൽ എത്രമാത്രം സന്തോഷമാണ് ഈ നിമിഷത്തിൽ ഞാനടക്കമുള്ള ഈ സദസ്സ് അനുഭവിക്കുന്നത് എന്ന് പറയാൻ പ്രയാസമാണ്. ഇങ്ങനെ ഒരു അവസരം നൽകി നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ ഏറെയേറെ സ്തുതിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട അലോഷ്യസ് മാസ്റ്ററെ കുറിച്ച് ഞങ്ങൾ പലപ്പോഴും പരാമർശിക്കുമ്പോൾ പ്രേം നസീറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പറയാറ്. പ്രേം നസീർ നിങ്ങൾക്കറിയാം, നിത്യയൗവനത്തിൻ്റെ പ്രതീകമായി. യഥാർത്ഥത്തിൽ അല്പം അസൂയോടുകൂടി അലോഷ്യസ് മാസ്റ്ററെ വീക്ഷിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്യം പറയണം, ഞങ്ങൾ ഏതാനും വർഷം സഹപ്രവർത്തകർ ആയിരുന്നു. ഒരിക്കൽ ഒരു രസതന്ത്ര ക്ലാസ്സിൽ ഉണ്ടായ അനുഭവം ഞാനത് നമ്മളുടെ ആ സ്മരണികയിൽ പറഞ്ഞിട്ടുണ്ട്. അല്പം സാഹസം കാണിച്ച ഒരു അവസരമായിരുന്നു അത്. കിപ്സ് അപ്പാരറ്റസ് ഹൈഡ്രജൻ നിർമ്മാണം ക്ലാസ് റൂമിൽ വെച്ച് കാണിച്ചു. നീട്ടി പറയുന്നില്ല, ചുരുക്കി പറഞ്ഞാൽ സംഭവിച്ചത് ആ ഹൈഡ്രജൻ ജെറ്റിൽ തീ കൊടുത്തോടുകൂടി ആ തീനാളം കിപ്സ് അപ്പാരറ്റസിലേക്ക് ആളിപ്പടരുകയുണ്ടായി. നമുക്കറിയാം, കിപ്സ് അപ്പാരറ്റസ് ഗ്ലാസ് കൊണ്ടുള്ളതാണ്. പൊട്ടിത്താകാനെന്ന് തരിപ്പണമായി. അലോഷ്യസ് മാസ്റ്റർ അത് ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല. ലാബിൽ നിന്ന് അലോഷ്യസ് മാസ്റ്റർ ഓടി വന്നു. മറ്റ് അധ്യാപകരും കുട്ടികളും കൂടി എന്നെ ലാബിലേക്ക് കൊണ്ടുവന്ന് ദൈവാനുഗ്രഹത്താൽ ഒന്നും സംഭവിച്ചില്ല. ചെറിയ ഒരു ചീളിങ്ങനെ പതുക്കെ കൊണ്ടുവന്നല്ലാതെ അല്പസമയം സ്തബ്ധനായിപ്പോയി. പെട്ടെന്ന് തരിച്ചുപോയി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അലോഷ്യസ് മാസ്റ്ററാണ് അതിൽ എന്നെ കൊണ്ടുവന്നിട്ട് വളരെയധികം സമാശ്വസിച്ചുകൊണ്ട് ലാബത്തിൽ കിടത്തി വീശിയൊക്കെ തന്നു. ഞാനിപ്പോഴും അത് ഓർക്കുന്നു. മറ്റൊരു സംഗതി നമുക്ക് ആർക്കും മറക്കാൻ കഴിയാത്തത് നമ്മുടെ എലിഞ്ഞിമരമാണ്. എലിഞ്ഞിമരം അതൊരു വല്ലാത്ത ഒരു ഓർമ്മയും ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് ആ എലിഞ്ഞിമരത്തിൻ്റെ ബാല്യകാലം അറിയുമോ എന്നറിയില്ല. ഞാൻ ഏതാണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്ന് ഹെഡ് മാസ്റ്റർ നമ്മളെ പരേതനായ DYSP അബ്ദുൽ വാഹിദ് സാഹിബിൻ്റെ വാപ്പ അബ്ദുല്ല മാസ്റ്ററായിരുന്നു. ഏതാണ്ട് 58-ലാണ് ആ എലിഞ്ഞിമരം അവിടെ നടന്നത്. അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ ഓടി കളിച്ച് ചില കുട്ടികൾ ആ മരത്തിന് വന്നിങ്ങനെ പിടിക്കും. ഇത് ഹെഡ് മാസ്റ്റർ റൂമിന് മുമ്പിലാണ്. അബ്ദുല്ല മാഷിൻ്റെ ചൂടുണ്ടാവും. ആ ചൂട് പിടിക്കണ്ട, ഓടാ ഇത് പറഞ്ഞിട്ട് ആട്ടി വിടും. അതിങ്ങനെ വളർന്ന് പന്തലിച്ച് എലിഞ്ഞിമരം നാമാവശേഷമായെങ്കിലും ഇപ്പോഴും ആ സുന്ദര സ്മരണകൾ എപ്പോഴും ഇങ്ങനെ തികട്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ ഒരനുഭവം ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാം എല്ലാം തന്നെ വളരെയധികം സന്തോഷത്തിലാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വളരെയധികം സന്തോഷകരമല്ലാത്ത ഒരവസ്ഥയുമുണ്ട്. ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അത് വലിയ വിഷയമാണ്. അതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് ബോധം ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അലോഷ്യസ് മാസ്റ്റർ നമ്മളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. പരസ്പര സ്നേഹവും സൗഹൃദവും മറ്റുള്ളവരെ ഒരു സഹായിക്കാനുള്ള മനസ്ഥിതിയും. മാസ്റ്റർ ഇത് പറഞ്ഞപ്പോൾ, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിന്
സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആരുടെ വരികളാണ്? ക്ലാസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഒന്ന് ചോദിക്കാം. ആരുടെ വരികളാണ്? വെരി ഗുഡ്, വയലാർ. നമ്മെ എല്ലാം ഉൾപ്പെടുത്തി ദൈവം അനുഗ്രഹിക്കട്ടെ. ആരോഗ്യത്തോടു കൂടിയ ദീർഘായുസ്, ആരോഗ്യത്തോടു കൂടിയ ദീർഘായുസ് നൽകി നമ്മെയെല്ലാം ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ അലോഷ്യസ് മാസ്റ്റർ, മോമണി മാസ്റ്റർ അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും ഉറപ്പായും ആ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളും. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. അടുത്ത ആമീൻ ടീച്ചർ. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഹരിദാസൻ, സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എന്ന് തന്നെ അർത്ഥം ചെയ്യട്ടെ. എല്ലാവർക്കും ഈശ്വരൻ്റെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യമേ ഞാൻ 68-ൽ സർവീസിൽ കയറിയതാണ്. 33 വർഷത്തെ സർവീസിനിടയിൽ 23 വർഷത്തിൽ കൂടുതൽ ഈ വിദ്യാലയത്തിൽ തന്നെയാണ് കഴിച്ചുകൂട്ടാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഇത്തരം പരിപാടികളിൽ പലതിലും ഞാൻ പങ്കെടുത്തിരുന്നു. അതിൽ നിന്ന് വേറിട്ടൊരു അനുഭവമാണ് ഇന്ന് എനിക്കുണ്ടായത്. അതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഞാൻ കൂടുതലായും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല വാക്കുകളും പ്രസംഗങ്ങളൊന്നും എല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. സമയം അധികരിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ആശംസ മാത്രം നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തായി രത്നാകരുടെ സംസാരിക്കുന്നത്. വേദിയിലെ പ്രിയപ്പെട്ട അധ്യാപകന്മാരെ, മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരുപാട് കൊല്ലം ഈ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്തതാണ്. ഞാൻ പുത്തഞ്ചിറ സ്കൂളിൽ നിന്നാണ് എനിക്ക് വന്നത്, ട്രാൻസ്ഫറായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ പുത്തഞ്ചിറ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് എന്നോട് ചോദിച്ചു, ടീച്ചർ എന്തിനാണ് ഈ എറിയാട് സ്കൂളിലേക്ക് പോകുന്നത്? ഇങ്ങനൊരു തല്ലിപ്പൊളി സ്കൂള് ഇരിങ്ങാലക്കുട ഇതിലില്ല, ഇവിടെ നല്ല സുഖമല്ലേ, ടീച്ചർ എന്തിനാണ് പോകുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അത് നോക്കിയിട്ടല്ല പോകുന്നത്, എൻ്റെ വീടിന് അടുത്താണ്. അന്ന് എൻ്റെ വീട് ഇവിടെ മോഡേൺ ആസ്പത്രിയുടെ അടുത്താണ്, അതുകൊണ്ടാണ് പോകണമെന്ന് പറഞ്ഞു. ആ തീരുമാനം, അന്ന് വരാനുള്ള തീരുമാനം വളരെ ശരിയായിരുന്നു, വളരെ സഹായമായിരുന്നു. എനിക്ക് ബോധ്യമായി. എൻ്റെ ജീവിതത്തിലെ 16 കൊല്ലം ഞാൻ എലിഞ്ഞിറ്റോട്ടിലെ മഹാസ്ഥാപനത്തിൽ വർക്ക് ചെയ്തു. അതിൽ എനിക്ക് ഇന്നും സന്തോഷമുണ്ട്. എൻ്റെ എല്ലാ കുട്ടികളും എന്നെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം കർക്കശ സ്വഭാവവും കുറച്ച് കടുപിടുത്തവും ഒക്കെ ഉള്ളൊരു ടീച്ചറാവുകൊണ്ട് എല്ലാവർക്കും ഒന്നും അന്ന് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഇന്നും അങ്ങനെയില്ല. ഇന്ന് എല്ലാവരും ഒരുപോലെയാണ്. നല്ല കുട്ടികളും പഠിപ്പിച്ചിട്ടുണ്ട്, പഠിക്കാൻ മോശമായിട്ടും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ കുട്ടികളും ഒരേപോലെ സ്നേഹമുള്ളവരാണ് എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. എന്നും എൻ്റെ മറ്റുള്ള ആൾക്കാരോട് ഞാൻ പറയുന്നത്. എൻ്റെ മകനും ആദ്യം ഈ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അങ്ങനെ ആ നല്ലൊരു കാലം എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. നമ്മുടെ എലിഞ്ഞിമരം വാടിപ്പോയെങ്കിൽ ആ എലിഞ്ഞിമരം ഇടത്ത് നിന്നിരുന്ന പൂക്കൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. അതിൻ്റെ സുഗന്ധം ഇന്നും നമ്മുടെ ജീവിതത്തിൽ വീശുന്നുണ്ട്. എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു. നിങ്ങളൊക്കെ പലതരത്തിലൊക്കെ വലുതാവുകയും വളരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് പറയാനില്ല. എല്ലാവർക്കും നമ്മൾ ആശംസിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന പ്രിയ അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്. ആദ്യമായിട്ട് നിങ്ങളെ ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും ദൈവം ആയുസ്സും ആരോഗ്യം, ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ, ജീവിതം സൗഖ്യമായി തീരട്ടെ എന്ന് ഞാൻ ഒരു അധ്യാപിക എന്ന പേരിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആശംസിക്കുകയാണ്. ഈ ഗുരുശിഷ്യ ബന്ധത്തിന് വളരെയധികം
ആദ്യമേ പൂർവ്വകാലം തുടങ്ങി വളരെയധികം ബന്ധമുണ്ട്. ഇപ്പോഴും നമ്മൾ അധ്യാപകരെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് 1ാം ക്ലാസ്സിൽ നമ്മൾ അല്ലെങ്കിൽ LKG UKG പഠിപ്പിച്ച അധ്യാപകരെയാണ് ആദ്യം ഓർക്കുന്നത്, അല്ലേ? പിന്നീട് അതൊരു പുതിയ അനുഭൂതിയായിരുന്നു നമ്മൾ സ്കൂളിൽ പോയി ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ച് നമ്മുടെ മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്. എങ്ങനെയാണ്? പരമശിവന്റെ ശിഷ്യനാണ് ശിഷ്യനും മകളെ കഥയാണ് പറയുന്നത്. ഒരു ദിവസം പരശുരാമന്റെ സന്നിധിയിൽ എപ്പോഴും അനുവാദം കൂടാതെ കയറി ചെല്ലാനുള്ള അനുവാദം പരശുരാമനുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് കളിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ പരമശിവന്റെ മുറിയിലേക്ക് കയറി ചെന്ന പരശുരാമനെ മകൻ തടഞ്ഞു നിർത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ആയുധം ഏറ്റ് ഗണപതിയുടെ കൊമ്പൊന്നൊടിഞ്ഞു. ഇത് കണ്ടപ്പോൾ 1ന് 10 അടുത്ത മകൻ, അതായത് സുബ്രഹ്മണ്യ സ്വാമി ചെന്ന് മകനെ അമ്മയെ വിവരം ധരിപ്പിച്ചു. അപ്പോൾ കോപിഷ്ഠയായ പാർവതി രംഗത്ത് വരുന്ന ഒരു ഭാഗമുണ്ട്. എങ്ങനെയാണ്? ഉടൻ മഹാദേവി ഇടത്തു കയ്യാൽ അഴിഞ്ഞവാർ പൂങ്കുഴലൊന്നു തൂക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചു കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിതാനിയും ദിവ്യായുധം വല്ലതും ഉണ്ടുപാക്കി എന്നാലതും നൽകി അനുഗ്രഹിക്കാം. മകൻ പരുക്കേറ്റു മരിക്കിലെന്ത് മഹാരഥൻ ശിഷ്യനെടുക്കലില്ലേ വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം എന്ന് കോപിഷ്ഠയായ പാർവതി പരമശിവനെ ശകാരിക്കുകയാണ്. ഇതിന് പരമശിവൻ ഒരു ഉത്തരവും പറഞ്ഞില്ല. അദ്ദേഹം ഒരു ന്യായത്തിലെത്തി. ശിഷ്യൻ പ്രവർത്തിച്ചത് വീരധർമ്മമായിട്ടും പുത്രന് സംഭവിച്ചത് അംഗവൈകല്യമായിട്ട്. അപ്പോൾ അവിടെ ആ ഗുരുശിഷ്യ ബന്ധം എത്രത്തോളം ഗാഠമാണെന്ന് നമുക്ക് ഓരോരുത്തർക്ക് ആലോചിച്ചാൽ അറിയാം, അല്ലേ? പിന്നെ പണ്ട് തക്ഷശിലയിലൊക്കെ അധ്യാപകര് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നത് വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് ഉടനെ ഉത്തരം കൊടുക്കില്ല. വിദ്യാർത്ഥി അതിന് ഉത്തരം കണ്ടെത്തിക്കൊണ്ടിരും. അധ്യാപകൻ കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് വിദ്യാർത്ഥി ഉത്തരം കണ്ടെത്തിക്കൊണ്ടു അത് അവൻ്റെ മനസ്സിൽ അരക്കിട്ട് ഉറപ്പിക്കും. പിന്നെ തക്ഷശീലയിലെ വേറൊരു അധ്യാപകൻ എന്ത് ചെയ്തു? തൻ്റെ കുട്ടികൾക്ക് ബിരുദദാനം നൽകുന്ന അവസരത്തിൽ ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഗുരുവിന് ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം തരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഉടനെ ഗുരു ആവശ്യപ്പെട്ടത് എന്താണ്? നീ വെളിക്ക് പോയിട്ട് പ്രകൃതിയിൽ നിന്നും ഒരു ഉപയോഗശൂന്യമായ ഒരു സസ്യത്തെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടി ഏറെ നാളുകൾ അന്വേഷിച്ചിട്ടും ഉപയോഗശൂന്യമായ ഒരു വസ്തുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ നാളുകൾക്ക് ശേഷം നിരാശനായി ഗുരുസന്നിധിയിൽ കുട്ടിയെത്തി. അപ്പോൾ ഗുരുവിനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഗുരു, ഞാൻ പരാജിതനാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ ഉപയോഗശൂന്യമായ ഒന്നുമില്ല. എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതാണ് ആ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ദൃഢത മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് തരേണ്ട ഒരു ഉപദേശം എനിക്കുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കേൾക്കുവാൻ നമ്മൾക്ക് മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുകയും അതിന് നാം പരിഹാരം കൊടുക്കാനും നല്ല മനസ്സും കാതും നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾക്ക് നമ്മൾ സമാധാനം പറഞ്ഞ് ആശ്വസിപ്പിക്കണം. സാധു സംരക്ഷണമാണ് യഥാർത്ഥമായ ഈശ്വര സേവ. ഇത്രയും നിങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഭാവിയിൽ നല്ല ആയുസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധമായ ജീവിതം നയിക്കാനും പുത്രമിത്ര കാത്രാദികളോടുകൂടി ജീവിക്കാനുള്ള ദീർഘായുസ് ദൈവം തന്ന് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അധ്യക്ഷ ഹരിദാസ്, വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകരായിരുന്ന അധ്യാപകരെ, എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നവർ, എല്ലാവർക്കും നമസ്കാരം. ഈ കൂട്ടായ്മയിൽ
പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ പല തിരക്കുകളും അനാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങളെ ഒരു നോക്ക് കാണുന്നതിനും അതുപോലെ സഹപ്രവർത്തകരെ കാണുന്നതിന് വേണ്ടി ഉള്ള അതിയായ ആഗ്രഹത്തോടു കൂടിയായിരുന്നു. ചില സഹപ്രവർത്തകരെ പെൻഷന് ശേഷം കണ്ടിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് പോയ ലീല ടീച്ചർ കൂടാതെ ഈ കൂട്ടായ്മ ഞങ്ങൾക്ക് വളരെയധികം നീണ്ടു നിൽക്കുന്ന ഊർജവും ഉന്മേഷവും അതിനേക്കാൾ ഉപരിയായി സന്തോഷവും നൽകുന്നു. അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. വാക്കുകൾക്ക് അധീനമാണത്. അധ്യാപകരുടെ അധ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ജോലിയേക്കാളും മേന്മയേറിയതാണ്. കാരണം മറ്റുള്ള ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലുകളുമായിട്ടുള്ള മൽപ്പിടുത്തമാണ്. അതേസമയം ഞങ്ങൾ വിദ്യാർത്ഥികളെ അവരെ മുഖ്യധാരയിലേക്ക് നയിക്കുക, അവരെ സത്യസന്ധരാക്കി തീർക്കുക എന്നെല്ലാമാണ് ഞങ്ങളുടെ കടമ. അതിൻ്റെ അനുഭവം പല സന്ദർഭങ്ങളിലും എനിക്ക് മനസ്സിലാകാറുണ്ട്. ഏതെങ്കിലും ഓഫീസുകളിലോ അല്ലെങ്കിൽ വഴിയിലോ വെച്ച് കാണുമ്പോൾ ഓടി വന്ന് ഞങ്ങളെ എന്നെ ടീച്ചർ പഠിപ്പിച്ചതാണെന്നും അതുപോലെ തന്നെ വല്ല ഓഫീസുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാറുണ്ട്. അത് ഏറ്റവും വലിയ അനുഗ്രഹവും സന്തോഷവുമാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഈ കാര്യങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് ഭർത്താവിനോടും മക്കളുമായിട്ട് പങ്കുവെക്കും. അത്രക്ക് ആനന്ദമാണ് ഞങ്ങൾക്ക് അതിൽ നിന്നും കിട്ടാറുള്ളത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മുഖങ്ങളും മിക്കതും തന്നെ എനിക്ക് സുപരിചിതവും പേര് പോലും ഇപ്പോഴും മറന്നിട്ടില്ല ചില പൂർവ്വ വിദ്യാർത്ഥികളുടെ. കൂടാതെ നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഞങ്ങളിവിടെ എത്തിച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹരിദാസ്, ജലീൽ എന്നിവർ പല പ്രാവശ്യങ്ങൾ വീട്ടിൽ വരികയും അധ്യാപകർ എവിടെയാണ് താമസിക്കുന്നത് പോലും എന്ന് അറിയാതെ അവരുടെ വീടുകളിൽ ചെന്ന് അവരെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് 3-4 മാസങ്ങളായി അവർ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയായിരുന്നു. ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ഞാൻ മുഷിപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് പരസ്പരം ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുവാൻ ഉണ്ട്. അത് എല്ലാവർക്കും പരിചയപ്പെട്ട എല്ലാവരും തന്നെ നല്ല നിലയിലാണെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ആയുരാരോഗ്യത്തോടു കൂടി വളരെയധികം കാലം കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മുഹമ്മദിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഹരിദാസ്, പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിയ സഹപാഠികൾ, അവരുടെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കൾ, 1982 എറിയാട് ഹൈസ്കൂളിൽ നിന്നും നമ്മൾ SSLC പരീക്ഷ കഴിഞ്ഞ് പിരിഞ്ഞു പോയവരാണ് ഇവിടെ ഇരിക്കുന്ന അന്നത്തെ വിദ്യാർത്ഥികൾ. അന്ന് നമ്മളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മെ പഠിപ്പിച്ച അധ്യാപകരാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 1982 നമ്മൾ വഴിപിരിഞ്ഞു പോയ സുഹൃത്തുക്കളെ സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുകുന്ദൻ ഉൾപ്പെടെ, നിസാർ ഉൾപ്പെടെ, അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒത്തുകൂടുകയും, ഞാൻ കുറച്ച് പേരുടെ പേരുകൾ മാത്രം പറയുന്നു, മറ്റുള്ളവരെ വിട്ടുപോയത് കൊണ്ടല്ല, സമയക്കുറവ് കൊണ്ടാണ്. അത് നമ്മൾ സ്കൂളിൽ ചെന്നപ്പോൾ സത്യത്തിൽ എല്ലാവരെയും രജിസ്റ്റർ ഒന്നുമില്ല. നമുക്ക് 10A ഒരു അറ്റൻഡൻസ് ബുക്കിൻ്റെ കോപ്പി മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ കോപ്പി വെച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും സംഘടിപ്പിച്ച് ഇന്ന് 82 കൂട്ടായ്മയിലേക്ക് 4 ഡിവിഷനാണ് അന്നുണ്ടായിരുന്നത്. 4 ഡിവിഷനിൽ നിന്ന് 150 ആളുകളെ, സഹപാഠികളെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ മഹനീയതയായി ഞാൻ കാണുകയാണ്.
ഈ 150 ആളുകളുടെ ഫോട്ടോ വെച്ച് നമ്മളിപ്പോൾ മാഗസിൻ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അന്നത്തെ ക്ലാസ് ടീച്ചർമാരായിരുന്ന മോമണ്ടി മാഷ്, സിദ്ദീഖ് മാഷ്, ആമിന ടീച്ചർ, ത്രേസ്യാമ്മ ടീച്ചർ, 10Dയിലെ ത്രേസ്യാമ്മ ടീച്ചർ, ഇവരൊക്കെ നമുക്ക് ഒരു സന്ദേശം ഫോട്ടോ വെച്ച് തന്നിട്ടുണ്ട്. അതും ആ മാഗസിനിലുണ്ട്. ത്രേസ്യാമ്മ ടീച്ചർ മകളത്ത് ലണ്ടനിലാണ്, എന്നിട്ടും ടീച്ചറുടെ ഫോട്ടോയും നമുക്ക് സന്ദേശവും സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയും. ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു പ്രവർത്തനം എല്ലാവരുടെ ഭാഗത്തുനിന്നും സഹായകരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പരിപാടി വലിയ വിജയമാക്കാൻ സാധിച്ചത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, വളരെയേറെ തിരക്കുകൾക്കിടയിലും നമുക്കറിയാം, ലോറൻസ് ഡൽഹിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകളാണ്. ലോറൻസും വൈഫും ഉണ്ട്, അവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇന്ന് ടിക്കറ്റായിരുന്നു, അത് ഈ പരിപാടിക്ക് വേണ്ടി നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു. അവരുടെ മക്കളെ അവർ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും. അതോടൊപ്പം തന്നെ ഒട്ടേറെ മുസ്തഫ പൂനെയിൽ നിന്നും ഈ പരിപാടിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ആരിഫ ഉൾപ്പെടെയുള്ള ആളുകൾ ദൂര സ്ഥലത്ത് നിന്ന് നമ്മുടെ അടുത്ത് എത്തിയിരിക്കുന്നു. ഇത് കാണിക്കുന്നത് അന്നത്തെ ആ സൗഹൃദവും കൂട്ടായ്മയും ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ചെറിയ തീക്കനൽ പോലെ നമ്മൾ ഊതിക്കൊടുത്തപ്പോൾ അത് വലിയൊരു അഗ്നിഗോളമായി നമ്മൾ ഇവിടെ ഒന്നിച്ചു കൂടി. അത് അവരുടെ ഉള്ളിലുള്ള നന്മ കൊണ്ടാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന സഹപാഠികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ പരിപാടി ഒരു വലിയ വിജയമാക്കുന്നതിന് എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അന്നത്തെ അധ്യാപകർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട നമ്മുടെ വേദിയുടെ അധ്യക്ഷൻ നമ്മുടെ സഹപാഠിയായ ഹരിദാസ്, അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൂടെ എത്തിയിട്ടുള്ള നമ്മുടെ വേദിയെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അധ്യാപകർ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പഠിച്ച സഹപാഠികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മളിന്നൊരു ശരിക്കും പറഞ്ഞ ഒരു പുതുവസന്തത്തിലാണ് നമ്മളിന്ന് ഇവിടെ എത്തുന്നത്. കാരണം നമ്മളൊരു സൗഹൃദ കൂട്ടായ്മ അങ്ങനെ സംഘടിപ്പിക്കാൻ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മുൻപ് പറഞ്ഞവരെല്ലാവരും പറഞ്ഞതുപോലെ ഒരുപാട് പ്രയത്നങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. ആളുകളെ 37 വർഷമായി നമ്മളിൽ നിന്നോ പല വഴിയായി പിരിഞ്ഞു പോയ നമ്മുടെ സഹപാഠികൾ, അവരെയൊക്കെ കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ വിഷമം പിടിച്ച ഒരു ജോലി തന്നെയാണ്. അത് നമ്മൾ അതിനകത്ത് ഇറങ്ങി ചെല്ലുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. പിന്നെ നമ്മുടെ ഈ മൊത്തത്തിലുള്ള എല്ലാവരുടെയും കൂട്ടായ്മ, എല്ലാവരുടെയും ഒരുപോലുള്ള ആ സഹകരണമാണ് നമ്മുടെ ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതലായി ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല. നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന അധ്യാപകർക്കും സഹപാഠികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വേദിയിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിൻ്റെ അധ്വാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഈ അധ്വാനം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നു, അത് ആഘോഷിക്കുകയാണ്. കാരണം ഇതൊരു നമ്മൾ 82 ബാച്ച് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എല്ലാവരും കൂടാനും കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാന്ന് വെച്ചാൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്രയും പേര് എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ മിത്രങ്ങളെയും എൻ്റെ പ്രിയപ്പെട്ട ഗുരുദാനക്കന്മാരെയും എനിക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്ന നിമിഷമാണത്. അതിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ സ്കൂൾ വിട്ടു, പിന്നെ കോളേജ്, അത് കഴിഞ്ഞ് 21 വയസ്സ് വരെ പഠിച്ചു. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്ന ഗുരുക്കൾ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് എൻ്റെ ഈ ഗുരുനാഥന്മാരാണ്. മറ്റവർക്കൊക്കെ കോളേജിലൊക്കെ വേറൊരു അവസ്ഥയാണ്. പക്ഷേ ഗുരുനാഥന്മാർ എന്നുള്ള മനസ്സിൽ നിലനിൽക്കുന്നത് ഈ വേദിയിലിരിക്കുന്ന ഈ ഗുരുക്കന്മാർ തന്നെയാണ്. നമ്മൾ ആലോചിച്ചാൽ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് കോളേജ്, സ്കൂള് കാലഘട്ടം കഴിഞ്ഞിട്ട് നമുക്ക് വളരെ കുറച്ച് ആത്മമിത്രങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ആത്മമിത്രങ്ങളൊക്കെ നമ്മൾ സമ്പാദിച്ചിട്ടുള്ളത് സ്കൂൾ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ്. അന്ന് നമ്മൾ ഇങ്ങനെ പറന്ന് നടക്കുന്ന
ഒരു പറവുകളാണ്. നമുക്കന്ന് കെട്ടുപാടുകൾ ഒരുപാടില്ല, ഒരുപാട് ടെൻഷനില്ല, വളരെ ഫ്രീ ആയി ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധമില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നത്. അവരാണ് ഞാൻ മനസ്സിലോട് ചേർത്ത് വെക്കുന്നത്. എല്ലാവർക്കും ഇവിടെക്കുറിച്ച് എല്ലാവർക്കും ആശംസകൾ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ആദരണീയായ അധ്യാപകർ, എൻ്റെ സഹപാഠി സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം എൻ്റെ സഹപാഠികളാണ്. ഞങ്ങളുടെ അടുക്കളയിൽ കൂടിയിരുന്ന ആൾക്കാരാണ്. ഇപ്പം ഞങ്ങൾ പുറംലോകം കാണുകയാണ്. പുറംലോകം കാണാറുണ്ട്, എങ്കിലും ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആദ്യം എന്നെ വിളിക്കുകയായിരുന്നു ഹരിദാസൻ. ഗീത എല്ലാം അറിയോ? ഞാൻ KHSൽ 10A പഠിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അറിയും. നമ്മളിങ്ങനെ കുറച്ച് പേര് കൂടുന്നുണ്ട്, എല്ലാവരെയും നമ്പറൊക്കെ എടുത്ത് അറിവുള്ളവരെയും തരണം. നമുക്കിങ്ങനെ സെപ്റ്റംബർ 13 ഒന്ന് കൂടണമെന്ന് പറഞ്ഞ് 2-3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞു. പിന്നെ സാബറ വിളിച്ചു, ഫാത്തിമ. അപ്പോൾ ഞാൻ വരാൻ എനിക്കൊരു ഉറപ്പില്ല. കാരണം ഞാൻ ആരെയും അറിയാനും പറ്റുന്നില്ല, എന്നെ ആരെങ്കിലും അറിയുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 13 എൻ്റെ മകൻ എന്നെ കൊണ്ടുവന്ന് നാട്ടിൽ ചെയ്തു. എൻ്റെ മക്കൾ പറഞ്ഞു അമ്മച്ചി പോകണം, അമ്മച്ചിയുടെ കൂട്ടുകാരൊക്കെ അമ്മച്ചിക്ക് കാണണ്ടേന്ന് ചോദിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരെയും കണ്ട് സംസാരിച്ചപ്പോൾ എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാൻ പാടില്ല. ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച ആൾക്കാരൊന്നുമല്ല. ഞാൻ 4 പേരെ മാത്രമേ എൻ്റെ വിവാഹശേഷം ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ 82 കഴിഞ്ഞിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിന് അവസരം ഒരുക്കി തന്ന എൻ്റെ സഹപാഠികൾക്ക് പറയുന്നു. പിന്നെ സാറുമാരെ പറ്റി പറയാനാണെങ്കിൽ എന്ത് വാക്കുകൊണ്ട് വരാൻ നമ്മൾ വിശേഷിപ്പിക്കും. അവർ നമ്മുടെ നന്മമാരല്ലേ. പിന്നെ അതിൽ കൂടുതൽ എനിക്ക് ഒന്നും തന്നെ പറയാനില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഇനിയും തുടർന്ന് ചെയ്യണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. അതിന് നമ്മളെപ്പോലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും വേണം. അവരവരുടെ ജോലി മാറ്റി വെച്ചിട്ടാണ് അവർ കുറച്ച് ചാരിറ്റി പ്രശ്നങ്ങൾക്ക് അവരൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നവരൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത്രയും പറഞ്ഞു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഹരിദാസ്, എൻ്റെ അഭിവദ്യരായ ഗുരുജനങ്ങളെ, എൻ്റെ പ്രിയ സഹപാഠികളെ, നീണ്ട 37 വർഷത്തിന് ശേഷം അപ്രതീക്ഷിതമായ ഈ കൂടിച്ചേരലിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഒട്ടും നനച്ചിരിക്കാത്ത ഒരവസരത്തിലാണ് ഈ സംഗമം നമ്മുടെ മുന്നിൽ എത്തിച്ചേർന്നത്. ഇന്ന് അത് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതായി മാറിയിരിക്കുന്നു. നമ്മുടെ അഭിവന്ദ്യരായ ഗുരുജനങ്ങൾക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഈ മഹത്തായ കൂട്ടായ്മയ്ക്ക് സർവ്വലോക രക്ഷിതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ പഠിക്കുകയും ജോലി സംബന്ധമായി വിദേശത്ത് കഴിയുകയും ചെയ്യുന്ന നമ്മുടെ ഒട്ടേറെ സഹപാഠി സുഹൃത്തുക്കളുണ്ട്. അവരുടെ ആശംസകൾ ഇതാ അവർ നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ അർപ്പിക്കുകയാണ്. അവരുടെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളുടെ ഈ കുടുംബ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം കൂടി ഉണ്ടാകേണ്ട സമയമായതിനാൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് വിഷമത്തോടെ അറിയിക്കുന്നു. സംഘടിപ്പിച്ച എല്ലാ കമ്മിറ്റി മെമ്പർമാർക്കും എൻ്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം കൂടിയിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും കമ്പനിയിൽ നിന്ന് ലീവ് കിട്ടാത്തതിനാൽ പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഗുരുനാഥന്മാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ കോർ കമ്മിറ്റി മെമ്പേഴ്സിനെ എത്ര അഭിനന്ദിച്ചാൽ മതിയാവില്ല. അതുപോലെ തന്നെ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി അവരോടുള്ള നമ്മുടെ ഈ ഗ്രൂപ്പ് മൊത്തം അവരുടെ പ്രസൻസോടെ കടപ്പെട്ടിരിക്കുന്നു. ദേവിസുധ, സന്തോഷം, സമാധാനം ഇരിക്കാം, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ഓക്കെ.